ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറക്കാറായിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വാങ്ങാൻ പോണ വീഡിയോ വേഗം പോയി കണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അങ്ങനെ ഞാനും സുതപ്പനും കൂടി സുതപ്പൻ പറഞ്ഞ പോലെ ബുക്ക് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. ബുക്കും ബാഗും കൊട അങ്ങനെയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ സുധുവിനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാനില്ല കേട്ടാ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അമ്മങ്കോവിൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള പറവൂക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അമ്മങ്കോവിൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള കൽപ്പക ലക്ഷ്മി കോളേജിൻ്റെ ഒക്കെ അടുത്തുള്ള ബുക്ക് സ്റ്റാളിലേക്കാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ അവിടെ വന്നപ്പോഴെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ രാവിലെയാണ് വരാറ്. പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉച്ചിരിഞ്ഞ് വരാമെന്ന് ഓർത്തത്. അപ്പോൾ അവരാണെങ്കിൽ നമ്മളോട് പറഞ്ഞ് എല്ലാം നോക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെല്ലാറുള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പേനയാണ് ആദ്യം തന്നെ എടുക്കാമെന്ന് കരുതിയത്. ബുക്ക് കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുത്തുതരാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള നമുക്ക് വേണ്ട പേന, റബ്ബർ, കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് തന്നെ നോക്കിയെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയെടുക്കാൻ നിന്ന് ഞാനൊരു കൂട്ടമൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ സുതപ്പനെയാണെങ്കിൽ ഒരെണ്ണം മതി, ഒരു പാക്കറ്റ് മതി. അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പം എടുത്തോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കേണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഉണ്ടല്ലോ എനിക്കത് മതിയമ്മേ കുഴപ്പമില്ല അത് മതി ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. പിന്നെ കുപ്പിയാണെങ്കിൽ ഒരെണ്ണം നോക്കാൻ ഞാൻ പറഞ്ഞിട്ട് സുധുവിനാണെങ്കിൽ വെള്ളം കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു നിർബന്ധത്തിന് കുപ്പി എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ ഞാനപ്പുറത്ത് വേറെ സ്ഥലത്ത് നിന്ന് നോക്കാമെന്ന് ഓർത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ബില്ലൊക്കെ ചെയ്യണോടത്തൊക്കെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അത് പേനയിട്ട തോക്കാണെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ തോക്കാണെന്ന് വിചാരിച്ചപ്പോഴേക്കും സുതപ്പന് ഊരി കാണിച്ചെന്ന് അത് തോക്കാണമേ. പിന്നെ വെറൈറ്റി റബ്ബർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ഇവനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇതൊന്നും ഇത്രയും ഇങ്ങനെ നോക്കി നടന്നിട്ടില്ലല്ലോ. ഇപ്പോഴാകുമ്പോൾ പിന്നെ വേണമെന്ന് എന്തായാലും പറഞ്ഞ് വാശി പിടിക്കാൻ പോകില്ല. അതുകൊണ്ട് പിന്നെ നോക്കി. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബില്ലടിക്കാൻ ചെന്ന് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ ഫോണിൽ റീചാർജ് തീർന്നിട്ടുണ്ടായിരുന്നെന്ന്. അത് കാരണം പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് സുനിച്ചേട്ടനെ വിളിച്ച് റീചാർജ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ പിന്നെ പേ ചെയ്തൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ ബുക്ക് സാധനങ്ങളെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണേണ് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാം ഉണ്ടാകുന്നു. പക്ഷെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്യണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നും മിസ്സാവാത്ത രീതിയിൽ അവർ നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ബുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ബാഗും ചെരുപ്പും മേടിക്കാമെന്ന് ഓർത്ത്. ബാഗ് നമ്മൾ എപ്പോഴും പറവൂർ മോഡൽസിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാഗ് മേടിക്കാറുള്ളത്. അവർക്കൊരു പ്രൊമോഷനൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധുവിന് സെറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ സുധു ഫസ്റ്റ് എന്നെ കയറി പിടിച്ച ബാഗ് സുധുവിന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാഗ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേറെ 2-3 കൂടി നോക്കാൻ പറഞ്ഞ്. പക്ഷെ ആൾ പിന്നെ എനിക്ക് കുഴപ്പമില്ലാമേ എനിക്കത് മതി. പിന്നെ ചെരുപ്പിലാണ് ആൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ. ചെരുപ്പ് സ്കൂൾ അടച്ചപ്പോൾ തുടങ്ങി ഓൺലൈൻ നോക്കണേണ്. എനിക്ക് ആ ചെരുപ്പ് വേണം, ഈ ചെരുപ്പ് വേണം, സ്ലൈഡ് ചെരുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആൾക്ക് ചെരുപ്പിൽ എന്തോ ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ ചെരുപ്പിലൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത എനിക്കാണ്. ഞാൻ ഇവിടെ ചെന്നാലും പെട്ടെന്ന് തന്നെ എനിക്ക് ചെരുപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ ആൾ കുറേ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നുണ്ട്. പിന്നെ ആൾക്ക് ഷൂ വേണമായിരുന്നു. അപ്പോൾ വിഷുവിന് കിട്ടിയ കൈനീട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എടുത്ത് വെച്ചേക്കണേന് ഷൂ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷൂവും കൂടി ഒന്ന് നോക്കണേണ് ആൾ. എങ്ങനെ ഉണ്ടാവും റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാമേ, പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് നോക്കണുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. ഇന്നലെ രാത്രിയായിട്ട് നമ്മൾ വന്നപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് ഇന്ന് രാവിലെ എന്തായാലും വീഡിയോ എടുക്കാൻ കരുതി പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോയിൽ കാണുന്ന ഒരാളും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് പറഞ്ഞടച്ചേ. എന്താണ് പിന്നെ ഇപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചത്. സുനിച്ചേട്ടനാണെങ്കിലും കണ്ടിട്ടില്ല. ചേട്ടനാണെങ്കിലും ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പാണ് വന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എല്ലാവരും കൂടി ചേട്ടനെയും കാണിക്കാം, നിങ്ങളെല്ലാവരും കൂടി കാണിക്കാം. എല്ലാവരും ചോദിച്ചതല്ലേ സുതപ്പൻ്റെ സ്കൂളിലേക്ക് പോണ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കണത് എന്നൊക്കെ. നമ്മുടെ ചെറിയ കുട്ടികളുടെ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും സുധുവിന് മേടിക്കാനില്ല കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞ വർഷത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. പിന്നെ ബാഗാണെങ്കിൽ നമ്മൾ 2 വർഷമായിട്ട് ഉപയോഗിക്കണോണ്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് 9ലേക്കും 10ലേക്കും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കണക്കാക്കി തന്നെയാണ് നമ്മൾ മേടിക്കണം. പിന്നെ 1 വർഷത്തേക്കുള്ള നമ്മുടെ പേപ്പർ കാര്യങ്ങളൊക്കെയാണ് മേടിച്ചേക്കണത് കേട്ടോ. സുധപ്പനാണ് ഇനി കാണിച്ചു തരാൻ പോണത്. സുധു കാണിച്ചു തരും. സ്റ്റിക്ക് ഒന്ന് വെച്ചിട്ട് സുധു വന്നിട്ട് സുധു കാണിച്ചു തരും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാമറമാനോൻ ക്യാമറയൊക്കെ റെഡിയാക്കി സെറ്റാക്കി തന്നിട്ട് ഞങ്ങളെ 2 പേരും ഇങ്ങനെ ഫ്രെയിമിൽ ഇരുത്തി തന്നിട്ടുണ്ട്. ആളുടെ വന്ന് അപ്പൊ സുധു പറയണത് മറ്റേ വാഴ 2 ഡയലോഗാണ്. അമ്മ തന്നെ കാണിച്ചു കൊടുത്താൽ മതി, അമ്മ അല്ലാതെ പിന്നെ ആരെന്നൊക്കെ കാണിക്കാതെ
എനിക്ക് വയ്യ. നിന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടുന്നത് പ്രതീക്ഷിക്കാം നമുക്ക്. അതെ, ഒറ്റയാലും കിട്ടിക്കോളും. ഞങ്ങൾ എന്തായാലും അട്ടിയിട്ട പോലെ തന്നെ ഇരിക്കട്ടാ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ സുതപ്പം വേണ്ടെന്ന് പറഞ്ഞൊരു കൂട്ടമാണ്. സുധന് വെള്ളം കുപ്പിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് മേടിച്ചേക്കണ ഒരു വെള്ളം കുപ്പിയാണ്. പറഞ്ഞു ഞാൻ നോക്കിയതാണെന്ന്. ക്യാമറ ഓണല്ലേ നോക്കിയത്. പിന്നെ ഒരു കറിപ്പാത്രം ഉണ്ടാ നമ്മൾ മേടിച്ചത്. കറിപ്പാത്രം ഒരെണ്ണം പഴയതുണ്ട്, എന്നാലും ഞാൻ എന്റെ നിർബന്ധത്തിന് മേടിച്ചേക്കണ സാധനമാണ്. പിന്നെ ബാഗ്, ചേട്ടനും ബാഗ് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അതെ, റേഷൻ കാർഡ് ഉണ്ടല്ലോ. ഞാൻ റേഷൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു റേഷൻ കാർഡ്. ബാഗ് എങ്ങനെയുണ്ട് നിങ്ങളും പറയുന്ന കേട്ടോ, ബാഗ് എങ്ങനെയുണ്ടെന്ന്. ചേട്ടനും എല്ലാരും ആദ്യം തന്നെ ഇപ്പൊ കാണുന്നുള്ളൂ, ഞാൻ കവർ ഇപ്പോഴാണ് പൊട്ടിച്ചത്. അപ്പൊ ബാഗ് ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഒരു കൊട, എനിക്കല്ലോ കൊട അമ്മക്ക് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ യൂണിഫോം ഒക്കെ നമുക്ക് തയ്ച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉള്ള സെയിം തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. യൂണിഫോം ഒക്കെ തയ്ച്ച് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ തലേ ദിവസം കിടന്ന് നേരത്തെ ഞങ്ങൾ കൊടുത്ത കാരണം യൂണിഫോമും തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ സുതപ്പന്റെ ബുക്കുകളൊന്നും ഞാൻ ഒട്ടയിട്ടിട്ടില്ല. ഇനി ഇപ്പൊ ഇരുന്നിട്ട് വേണം ഇരുന്ന് എല്ലാരും ഒട്ടയിട്ട് സെറ്റ് ആക്കണം. സുതപ്പന്റെ ബുക്കൊക്കെ നമ്മളന്ന് ഷോർട്സിൽ കണ്ട പോലെ എല്ലാരും വാങ്ങിച്ചത്. ഇനിയൊന്നും സ്കൂൾ എല്ലാ ബുക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ബുക്കൊക്കെ വാങ്ങി നോട്ട്ബുക്ക്. പിന്നുള്ളത് സുധുവിനാണെങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കണ്ടതല്ലേ, കടയിൽ കൊണ്ടുപോയിട്ട് ഒരു സാധനവും വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാനപ്പുറത്ത് ഇനി എന്താണ് ഈ എല്ലാ സാധനങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ മതിയമ്മേ, എന്തിനാണമ്മേ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബുക്കൊക്കെ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ട്, ഇടക്കിടക്ക് പോയിട്ട് മേടിക്കണ്ടല്ലോ. പിന്നെ A4 ഷീറ്റും കുറച്ച് അധികം തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും ഇനിയിപ്പോ 9ാം ക്ലാസ്സിലേക്ക് ആകുമ്പോ കുറച്ചധികം എല്ലാം ആവശ്യം വരുമല്ല. നോക്കി പറയാം. പിന്നെ മറ്റേ വരിയിട്ടത് പരീക്ഷ എക്സാം പേപ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാം തുടങ്ങുമല്ലോ. അത് മറ്റേ A4 മറ്റേ അസൈൻമെന്റും പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ 2 ഫയല്. പിന്നെ നമുക്ക് ഈ ഒട്ടിയിടുന്നത് ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിത് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒട്ടിടാനുള്ളതുണ്ട്, സ്റ്റാപ്ലെയർ ഉണ്ട്, പിന്നെ പിന്നുകള്. ചെറിയ കുട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കൂട്ടവും. പിന്നെ അതുമല്ല നമ്മളെ സുതപ്പൻ അങ്ങനെ ഒന്നും അങ്ങനെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാത്തത് കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. പൊങ്ങിയതല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പഴയ ബോക്സ് തന്നെ, ബോക്സ് ഞാൻ സുതപ്പനോട് പറഞ്ഞേട്ടോ, വേണമെങ്കിൽ മേടിച്ചോന്ന് പറഞ്ഞപ്പോ ഈ ബോക്സ് തുറന്ന് കാണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ബോക്സിൽ നല്ലതായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കട്ടറും റബ്ബറും ഒന്നും എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ല കേട്ടാ. റബ്ബർ ഉണ്ട്, കട്ടർ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ല നിലവിലുള്ളതൊക്കെ എന്തിനാണ് മേടിക്കണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ കടയിൽ വെച്ച് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും മാത്സിനൊക്കെ ഉള്ളത് വരയിടാത്ത ബുക്ക് ഇതിൽ കൂടിപ്പോയാൽ എനിക്ക് തോന്നി ഇത്രയും വേണ്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഓർത്ത് ഈ ഒരു വർഷത്തേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ഇതൊന്നും സുധുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ സന്തുഷ്ടപ്രകാരം കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചതാണ്. മലയാളത്തിനൊക്കെ ചിലപ്പോ എന്തെങ്കിലും എഴുതാനായിട്ട് വരെയിരിക്കും. പിന്നെ ഞാനില്ലേ കഴിഞ്ഞ വർഷം നമ്മള് ഇതിങ്ങനെ സുതപ്പന്റെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മുടെ നെയിം സ്ലിപ്പ് ഞാൻ ചെയ്തത്. ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചപ്പോ അമ്മ എന്താണ് കൊച്ചാക്കിയാണെന്ന് ഇപ്രാവശ്യം കളിക്കാരെ മതി എന്ന് പറഞ്ഞിട്ട് കളിക്കാരുടെ ഇതാണ് എടുത്തത്. അമ്മ ഞാൻ കുഞ്ഞു ഭാവിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയിട്ട് ചെറിയൊന്നുമല്ല. പേന അധികം മേടിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി തകർത്തോട്ടെ. പിന്നെ ഞാൻ സുതപ്പൻ അറിയാതെ റബ്ബറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സുഖം അറിയാതെ ഇനി ഇവിടെ വന്നിട്ട് റബ്ബർ ഇല്ലെങ്കിലാന്ന് ഓർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ അവന് എന്തെങ്കിലും കട്ട് ചെയ്യേണ്ട സമയമൊക്കെ വരുമ്പോഴേ നമുക്കാണെങ്കിലും എടുക്കാം. മറ്റേ സ്ലൈഡിങ് ഇതില്ലേ അതിന്റെ വേറെ അതിനെ നമുക്ക് കൊടുക്കാലാന്ന് ഓർത്തിട്ട് മേടിച്ചത്. പിന്നെ സ്റ്റാപ്ലെയറിന്റെ പിന്നെ ഇവിടെ ഉണ്ടമ്മേ മേടിക്കണ്ട അറിയാതെ ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാ. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ സുധുവിന് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടിട്ടാ. ഇത് ഡിക്ഷണറി. ഇവൻ എന്തെങ്കിലും സംശയം എന്റെ അടുത്ത് വന്ന അമ്മ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. എന്നാലും ഞാനൊരു ഡിക്ഷണറി മേടിച്ചതാണ്. ഇതില് നോക്കാൻ പറ്റും. ഇതില് തപ്പണ്ടു ലെൻസും കൂടിയാ ഇല്ല ഇതിന് കാണാൻ പറ്റും.
അപ്പൊ അവനെയും കാണാൻ പറ്റുന്നുണ്ട്. സുനിച്ചേട്ടന്റെ കണ്ണ് നമുക്ക് അടുത്ത ദിവസം കാണിക്കാൻ കൊണ്ടുപോണ്ടിരിക്കുന്നു. അതെ. അപ്പൊ പിന്നെ ഇതും വേറൊരു സ്ലൈഡ് മോഡലും ബ്ലാക്ക് കളർ ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. ചെരുപ്പ് മറ്റേതൊന്ന് കാണിച്ചേ. ഇത് വല്ലയിടത്തും പോകുമ്പോ ഇടാന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മോഡലൊക്കെ എടുക്കണത്. പിള്ളേര് വലുതാവും തോറും മറ്റേ വലിയ ആൾക്കാരിടുന്ന പോലത്തെ ചെരുപ്പുകളൊക്കെ ഇഷ്ടമായി തുടങ്ങി തോന്നുന്നു സുധുവിന്. ഇത് ഇന്നലെ ഇതാണ് ചെരുപ്പ് നൈക്കിടെ. ഇന്നലെ പുറത്തു പോയപ്പോ തന്നെ ഇതന്നെയാണ് ബാഗും ഇതന്നെയാണ് എന്റെ ഷൂവും. ഷൂ വാങ്ങിച്ചിട്ടില്ലല്ലോ. ഷൂ വാങ്ങിച്ചിട്ടില്ലട്ടോ. ഞാനോടത്ത് ഷൂ ഇപ്പൊ കാണിച്ചു തരാൻ. ഷൂ ഇന്നലെ ആ ചെരുപ്പ് കടയില് ഒരു ഷൂവും കൂടി നോക്കണുണ്ടായിരുന്നല്ലോ. ആ ഷൂവിനെയാണ് പറഞ്ഞത്. ആ ഷൂ മേടിക്കുമെന്നും പറഞ്ഞോണ്ട്. അപ്പൊ മേടിക്കട്ടെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സുധപ്പന്റെ സ്കൂള് തുറപ്പായിട്ട് മേടിച്ചത്. പിന്നെ ചോറും പാത്രം ലഞ്ച് ബോക്സ് നമുക്ക് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. അതൊക്കെ സ്റ്റീലിന്റെ പാത്രം. പിന്നെ ഞാൻ ചോറുണ്ടോയിരുന്ന പാത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ ഒരുപാട് മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആയിട്ടാണ് നമ്മൾ മേടിച്ചേക്കണത്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മുടെ പുതിയ കൂട്ടുകാർ, അപ്പം നമ്മുടെ ചാനല് 20.2K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമല്ലേ. ഞങ്ങളിങ്ങനെ 19 ആയി കഴിഞ്ഞിട്ട് സുനിച്ചേട്ടൻ ചോദിക്കണായിരുന്നു. 20 പെട്ടെന്നായി. അതേ 20.2 ആയി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ സുധപ്പനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും കൂടി പറയണത്. സുധുവിനെ നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് സുധുന്ന്. സുധുവിന്റെ ശരിക്കും പേര് സംഗീത് എന്നാണ്. പിന്നെ ഞാൻ തക്കുവാണെങ്കിൽ എന്നെ ഗീതു എന്നാണ് എന്റെ ശരിക്കും പേര്. സുനിച്ചേട്ടൻ പിന്നെ സുനിച്ചേട്ടൻ തന്നെ, സുനിയും തന്നെയാണ് ചേട്ടൻ. പിന്നെ ഏത് അമ്പലത്തിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഞാൻ എല്ലാവർക്കും വീഡിയോയിലൂടെ ഒരു മറുപടി തരാലാന്ന് കരുതിയിട്ടാണ് കേട്ടോ. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സുനിച്ചേട്ടൻ. പറഞ്ഞോ. മൂവാറ്റുപുഴയിലാണ് സുനിച്ചേട്ടൻ. മൂവാറ്റുപുഴയില് മാടവനാന്ന് പറഞ്ഞ അമ്പലത്തിലാണ്. അപ്പൊ അവിടെ നമ്മുടെ കുറെ കൂട്ടുകാരൊക്കെ വരാറുണ്ടല്ലോ ചേട്ടാ. അന്വേഷണം പറയാറുണ്ട്. വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം അതില്. അപ്പൊ അതാണ് നമ്മുടെ കൊച്ചു ഫാമിലിയാണ് നമ്മുടെ. അപ്പൊ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സുധപ്പനാണെങ്കിൽ 9ാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ സുധപ്പൻ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. സുധുവിന്റെ കൂടെ ഇനി 2 വർഷം സുധുവിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇതാണല്ലോ. സുധുവിന് പഠിക്കാൻ എല്ലാത്തിനും ഒരു ദിവസമല്ലേ സെറ്റാവും. അപ്പൊ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മള് എല്ലാവരുമായിട്ട് പങ്കുവെക്കും. അപ്പൊ നമ്മുടെ ഈ കൊച്ചു സാധനങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് സാധനങ്ങള്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കല്ലേ. ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കണ്ടല്ലോ. നമുക്കിനി അടുത്ത നീട്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അങ്ങനെ ബായൊക്കെ പറഞ്ഞു പോയി. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സുധപ്പനാണെങ്കിൽ കളിക്കാൻ പോയിട്ടാ. വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഒട്ടയിടാമേന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ട് കളിക്കാൻ പോയി. കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കാണാനാണ് കേട്ടോ. ഇന്ന് പള്ളിപ്പടിക്കുള്ളൊരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. 3 ദിവസമായി നടക്കണത്. അപ്പോൾ അത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും സുധു വരുമ്പോഴേക്കും ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിച്ചു വെക്കാമെന്ന് കരുതിയിട്ടാ. ഞാൻ ഓർത്തത് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്നാണ്. അവനറിയാട്ടോ ഒട്ടിടാനൊക്കെ. അവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെ ചെയ്യട്ടെ, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് ഓർത്ത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇത്രയും വർഷം നമ്മൾ തന്നെ ചെയ്തിട്ട് ഈ പ്രാവശ്യം അവനോട് ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഓർത്തിട്ട് ഞാനും സുനിച്ചേട്ടനും കൂടി അങ്ങനെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാ. ചേട്ടനാണെങ്കിൽ ഇതൊരു പുതിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ സാധാരണ ബുക്ക് ഒട്ടിടുന്ന സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ എനിക്ക് എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്തും ചിലതെല്ലാം പൊതിഞ്ഞും ഒക്കെ എനിക്കിങ്ങനെ സ്പീഡിൽ തന്നതുകൊണ്ട് തന്നെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വേഗം തന്നെ ഒട്ടിയിടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അതുകൊണ്ട് ആ പരിപാടി അങ്ങോട്ട് വേഗം കഴിഞ്ഞിട്ടാ. അങ്ങനെ നെയിം സ്ലിപ്പ് ഒട്ടിക്കലും പേരെഴുതലും അവൻ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ചേട്ടൻ. അങ്ങനെ അവന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച്.